കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ വായ്പയെടുക്കുന്നു. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് 2000 കോടി രൂപ വായ്പയെടുക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപയാണ് സർക്കാർ കണ്ടെത്തേണ്ടത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്ത് വില കൊടുത്തും 2 മാസത്തേത് കൊടുക്കണം എന്നുള്ളതായിരിക്കും രാഷ്ട്രീയ തീരുമാനം. CPM-ന്റെ സംസ്ഥാന സമിതി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. 6 മാസത്തെ കുടിശ്ശിക കിടക്കുമ്പോൾ 2 മാസത്തെ കൊടുക്കാനാണോ തീരുമാനം? നികേഷ്, സെപ്റ്റംബർ മുതലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. ഫെബ്രുവരി മാസം കൂടി പൂർത്തിയാകുമ്പോൾ 7 മാസത്തെ കുടിശ്ശികയാകും. ഇതിൽ 2 മാസത്തെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്നാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനം. ഇതനുസരിച്ചുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഇതിനുള്ള തുക കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പലിശ സംബന്ധിച്ച് സഹകരണ ബാങ്കുകളുമായി ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. 9.1% പലിശയ്ക്കാണ് 2000 കോടി രൂപ സർക്കാർ വായ്പ എടുക്കുന്നത്. അതായത് ഇപ്പോൾ വിപണിയിൽ നിൽക്കുന്നതിൽ ഉയർന്ന നിരക്കിലുള്ള ഒരു പലിശയാണ് നൽകേണ്ടി വരുന്നത്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ ആവശ്യം കൊണ്ട് കണക്കെടുത്താണ് ഇത്ര ഉയർന്ന പലിശയ്ക്ക് തുക കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നേരത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വിതരണം ചെയ്യാനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ച് കമ്പനി വായ്പ എടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ വായ്പകൾ കൂടി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്ന വായ്പയുടെ പരിധിയിലേക്ക് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടുകൂടിയാണ് സർക്കാരിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ സഹകരണ ബാങ്കുകൾ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കുന്നത്. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.